ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ച് പോകണമെന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചു പോയവരായിരിക്കും നമ്മളിൽ പലരും അല്ലേ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ അനുമതിയില്ലാതെ ആരെങ്കിലും നമ്മുടെ രാജിക്കത്ത് കമ്പനിയിലേക്ക് മെയിൽ അയക്കുകയും നമ്മുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. അത് നമുക്ക് താങ്ങാനാവില്ല. ആ രാജിക്കത്ത് അയച്ചവനെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയാനുള്ള ദേഷ്യവും നമുക്കുണ്ടാവും. അത് തന്നെയാണ് ചൈനയിൽ നിന്നുള്ള ഈ യുവതിയുടെ കാര്യത്തിലും സംഭവിച്ചത്. എന്നാൽ ഈ കഥയിലെ വില്ലൻ ഒരു പൂച്ചയാണ് എന്നാണ് യുവതി പറയുന്നത്. 25-കാരിയായ യുവതി കഴിയുന്നത് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്കിങ് എന്ന സ്ഥലത്താണ്. 9 പൂച്ചകളും യുവതിക്കൊപ്പം ആ വീട്ടിൽ കഴിയുന്നുണ്ട്. ഈ ജോലി വിടണമെന്ന് യുവതിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനാൽ അവർ ഒരു രാജിക്കത്തും തയ്യാറാക്കിയിരുന്നു. എന്നാൽ തൻ്റെ പൂച്ചകളെ വളർത്തുവാനും പരിചരിക്കുവാനും ആവശ്യമായ പണം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ യുവതിക്ക് ആ ജോലി വിടാനുമായിരുന്നില്ല. അങ്ങനെ രാജിക്കത്ത് അയക്കാതിരിക്കുവാനും ജോലി തുടരുവാനും യുവതി തീരുമാനിച്ചു. എന്നാൽ രാജിക്കത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന ലാപ്ടോപ്പിലേക്ക് പൂച്ചകളിലൊന്ന് ചാടിക്കയറി എൻ്റർ ബട്ടണിൽ അറിയാതെ ഒന്ന് അമർത്തിപ്പോയി. അപ്പോൾ രാജിക്കത്ത് സെൻഡായി പോയി എന്നും തനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി എന്നുമാണ് യുവതി പറയുന്നത്. ഈ അവിശ്വസനീയമായ സംഭവം തൻ്റെ വീട്ടിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും യുവതി പറയുന്നു. എന്തായാലും ഉടനെ തന്നെ യുവതി ബോസിനെ വിളിച്ചു കാര്യം പറഞ്ഞുവെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബോസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവളുടെ രാജിക്കത്ത് സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല അവളുടെ വർഷാവസാനം കിട്ടുവാനുള്ള ബോണസും അവൾക്ക് കിട്ടിയില്ലെന്നത്രേ. എന്തായാലും യുവതിയുടെ അനുഭവം ഇപ്പോൾ ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തനിക്കിപ്പോൾ തന്റെ പൂച്ചകളെ പോറ്റാനുള്ള പണമില്ല എന്നാണ് യുവതി പറയുന്നത്.